ഡയറിയ, ഡയബറ്റീസ്, മോർണിംഗ് സിക്നസ് തുടങ്ങിയവയൊക്കെ മാറാനും അതുപോലെ തന്നെ ഓക്കാനം തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാനും ഒക്കെ ഈ കറിവേപ്പില കൊണ്ട് തയ്യാറാക്കുന്ന ചായ കുടിക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. കൊളസ്ട്രോൾ ബാലൻസ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ദഹനം മെച്ചപ്പെടുത്താനും ഒക്കെ സഹായിക്കുന്ന ഒരു കറി ലീവ്സ് ടീ ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിലെടുക്കാൻ കിട്ടുന്ന വളരെ കുറച്ച് ചേരുവകൾ മാത്രം ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഹോം റെമഡി തയ്യാറാക്കുന്നത്. എങ്ങനെയാണിത് തയ്യാറാക്കുക എന്നും എന്തൊക്കെയാണ് ഇതിൻ്റെ മറ്റ് ഇൻഗ്രീഡിയൻസ് എന്നും അറിയാനായിട്ട് വീഡിയോ കാണാം. ഈ ഒരു ചായ തയ്യാറാക്കാനായിട്ട് നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത് കറിവേപ്പിലയാണ്. നമുക്കിതിൽ നിന്ന് 1-2 തണ്ട് കറിവേപ്പില മാത്രം മതിയാകും. ഇനി വേണ്ടത് നാരങ്ങയാണ്. നമുക്ക് ഒരു നാരങ്ങയുടെ പകുതി ഭാഗത്തിൻ്റെ നീര് മാത്രം മതി. ഇനി വേണ്ടത് വെളുത്തുള്ളിയാണ്. നമുക്ക് ഒരു 3-4 അല്ലി വെളുത്തുള്ളി മാത്രം മതി. ആദ്യം തന്നെ ഞാനിവിടെ ഒരു 2 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇങ്ങനെ ഇതിൽ നിന്ന് വിടിച്ചെടുക്കണം. എന്നിട്ട് വെള്ളത്തിലിട്ട് നന്നായിട്ട് ഇത് കഴുകിയെടുക്കുക. നമ്മുടെ ശരീരത്തിൽ ചീത്ത കൊളസ്ട്രോൾ അഥവാ LDL കൊളസ്ട്രോൾ ഉണ്ടാകുന്നത് തടയാനായിട്ട് കറിവേപ്പില സഹായിക്കും. അതുപോലെ നമ്മുടെ കൊളസ്ട്രോൾ കുറയാനായിട്ട് ഇത് വളരെ നല്ലതാണ്. ഇതിൽ ധാരാളം വൈറ്റമിൻ എയും വൈറ്റമിൻ ബിയും വൈറ്റമിൻ സിയും വൈറ്റമിൻ B2ഉം കാൽഷ്യവും അയണും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഡയറിയ, ഡയബറ്റീസ്, മോർണിംഗ് സിക്നസ് തുടങ്ങിയവയൊക്കെ മാറാനും അതുപോലെ തന്നെ ഓക്കാനം തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാനും ഒക്കെ ഈ കറിവേപ്പില കൊണ്ട് തയ്യാറാക്കുന്ന ചായ കുടിക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. പുറത്തുനിന്ന് വാങ്ങിക്കുന്ന കറിവേപ്പില ആണെങ്കിൽ ഒരു 1-2 വട്ടമൊക്കെ കഴുകിയെടുക്കുക. ഇനി ഞാനിവിടെ ഒരു 3-4 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഈ വെളുത്തുള്ളി നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കണം. വെളുത്തുള്ളി കൊളസ്ട്രോൾ കുറയ്ക്കാനൊക്കെ ആയിട്ട് നല്ലതാണ്. പലതരത്തിലുള്ള അസുഖങ്ങൾക്കും വെളുത്തുള്ളി ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ വെളുത്തുള്ളി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നാരങ്ങ മുറിച്ച് 2ആക്കി എടുക്കാം. ഇതിനി നമുക്ക് ചായയിൽ പിഴിഞ്ഞൊഴിക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇത് തയ്യാറാക്കാനായിട്ട് 1 ഗ്ലാസ് വെള്ളം പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ചൂടാക്കുക. ചെറുതായി ചൂടായി വന്നിട്ട് വേണം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പില ഇട്ട് കൊടുക്കാം. മുറിച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇത് ഒരു ഇടത്തരം തീയിലിട്ട് ഒരു 3-4 മിനിറ്റ് നന്നായിട്ട് ചൂടാക്കുക. അപ്പോൾ നമ്മുടെ ചായ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു മാറ്റാം. ഇനി നമുക്കിതിലേക്ക് നാരങ്ങ നീര് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. പകുതി ഭാഗം നാരങ്ങയുടെ നീര് മുഴുവനായിട്ട് ഞാൻ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം തേൻ കൂടെ ഒഴിക്കാവുന്നതാണ് ചൂടാറിയതിന് ശേഷം. അപ്പോൾ നമ്മുടെ കൊളസ്ട്രോൾ കുറയ്ക്കാനും ദഹനം മെച്ചപ്പെടുത്താനും ഒക്കെ സഹായിക്കുന്ന ചായ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അതിനുവേണ്ടി മാത്രമല്ല, നമ്മുടെ ശരീരത്തിലുള്ള ടോക്സിൻസിനെ പുറന്തള്ളാനും ഈ ഒരു ചായ സഹായിക്കും. കൊളസ്ട്രോൾ ഉള്ളവരും അതുപോലെ കൊളസ്ട്രോൾ വരാതിരിക്കാനും നമ്മുടെ ദഹനം മെച്ചപ്പെടുത്താനും നമ്മുടെ ശരീരത്തിലുള്ള ടോക്സിൻസ് ഒക്കെ പുറന്തള്ളാനും ഇതുപോലെ 1 ഗ്ലാസ് ഡ്രിങ്ക് മാത്രം മതിയാകും. അപ്പോൾ നിങ്ങളും വീട്ടിൽ ഇതുപോലെ ഒരു ഗ്ലാസ് ഡ്രിങ്ക് തയ്യാറാക്കി കുടിച്ചു നോക്കുക. രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നതാണ് നല്ലത്. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ ഹെൽത്ത് ടിപ്സിനായിട്ട് സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.